നമ്മൾ ഇതിന്റെ ഒരു ഫുൾ ടെസ്റ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കളിച്ച ഫോർസ 5 ഒക്കെ ആണെങ്കിൽ കൂടെ തന്നെ ജോയിസ്റ്റിക്കിലാണ് കളിക്കണത്, അല്ല കളിച്ചത്. അപ്പം ഇത് ഞാൻ കുറച്ച് ട്രൈ ചെയ്തു, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ സംതിങ് ട്രൈ ആക്കി. പക്ഷെ എന്നാലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒരു പക്ക ഒരു വീഡിയോ ടൈമിൽ അത് കൂടുതൽ കളിച്ചു നോക്കാന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഭയങ്കര ഡിഫറൻസ് ആണ് വരുന്നത്. കാരണം ജോയിസ്റ്റിക്കിൽ നമുക്ക് ഒരു തിരിച്ചുള്ള ഒരു ഫീഡ്ബാക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കി കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് കാറാണെങ്കിലും എല്ലാം പോകും. പക്ഷെ ഇപ്പൊ വീലിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇപ്പം ഇതില് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇത് വരും, ഒരു എന്താ ഫീഡ്ബാക്ക് കണ്ട തിരിച്ചത്. ഇതുപോലെ തന്നെ അപ്പം ഇത് ഭയങ്കര ഒരു ഡെലിക്കറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അത് അങ്ങോട്ടാണ് പോണത്. റോഡെന്ന് വെച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടം കാട് എന്ന് വെച്ചിട്ട് വണ്ടി പൊക്കോണ്ടിരിക്കും. അതിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇതിലേക്ക് കയറി പോയിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആ, ആ, ഇരുട്ടായില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അല്ലല്ലോ ഈ പോണത്. ചവിട്ടി കൊടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും അത്. ഇങ്ങോട്ട് വരാൻ പിടിക്കുമ്പോ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് സ്റ്റേബിൾ ആയി പോകുന്നുണ്ട്. പിടി 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 പിടി. ഓക്കെ, അത് സെറ്റ് സെറ്റ്. ലൈക്ക് ആ തിരിച്ചൊരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്. പോരെ വള 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 വള. ആ ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത് കുഴിയിലായിട്ടാണെന്നേ ഉള്ളൂ. റിവേഴ്സ് പോട്ടെ, പറഞ്ഞില്ല അത് ഡെലിക്കറ്റ് ആയിട്ട് പിടിക്കണം. പക്ഷെ അത് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാല് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് കുണ്ടം കാട്ടി വീണ്. തിരി 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 അറിയില്ല, പെട്ടുപോയി. റിവേഴ്സ് റിവൈൻഡ്. പോട്ടെ പോട്ടെ പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. ഫർദർ വീണ്ടും പോട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അത്ര വർഷങ്ങളോളം ജോയിസ്റ്റിക്കിൽ കളിക്കുക അല്ലെങ്കിൽ കീബോർഡിൽ കളിക്കുക, പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൺട്രോൾ പിടിച്ചെടുക്കാൻ കുറെ ബുദ്ധിമുട്ട്. ഞാൻ പറയുന്നത് ഓരോന്ന് എനിക്ക് തന്നെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് പ്രശ്നം. കാരണം നമ്മൾ ഈ വീലുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ടില്ലല്ലോ. സോ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ഒരു ടിൽറ്റ് പോലും, ടിൽറ്റ് എന്ന് വെച്ചാൽ ഈ വളവ്, നമ്മൾ വളയ്ക്കുന്ന വളവ് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഏതോ പോസ്റ്റിനകത്ത് ഇടിച്ച് അത് ഈ അനങ്ങുന്നില്ല അവിടുന്ന്. ആ, റീവൈൻഡ് അടിക്കുമ്പോ താഴോട്ട് പോകുന്നു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടുന്ന് ബ്രേക്ക് ചവിട്ടാം. എക്സ് ബ്രേക്ക് സെറ്റ്. ഇനി നമുക്ക് റിവേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇത് ഈ കണക്ക് ഈ ഗെയിമും കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ തോള് ഒടിയുമെന്നാ തോന്നുന്നത്. ഞാൻ മറ്റേ ഗെയിമിംഗ് ഷോപ്സിലൊക്കെ പോയാൽ തന്നെ ഇത് വെച്ചിട്ട് കളിക്കാറില്ല. ഇങ്ങോട്ട് പിടിക്കുമ്പോ അങ്ങോട്ട് എന്തിനാ പോകുന്നത്? വാ ഇങ്ങോട്ട്. എന്ത് കയ്യിൽ നിൽക്കുന്നില്ലെന്നുള്ളതല്ലേ സംഭവമൊക്കെ സെറ്റാണ്. നമുക്ക് ആ ഒരു വൈബും തേങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നിടത്തോട്ട് വണ്ടി പോകുന്നില്ല. ഞാൻ ആ കാട്ടിക്കയറി എന്തോ ബോണസ് എന്നാ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. വണ്ടി എന്തോന്ന് ഓഫ് റോഡ്? ഇത് ഓടിയല്ലേ? എന്തിനാ ഓഫ് റോഡ് കളിക്കുന്നത്? ഓടിക്കേറ് ഓടിക്കേറ്. ഇങ്ങോട്ട് പിടിക്കുമ്പോ അങ്ങോട്ട് പോന്ന്. ഇക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തിനാ ഫുള്ള് തിരി യൂട്ടുണ്ട്. ഓക്കെ, എന്തോന്നു അത്? ആരുടെയോ വീട്ടിൽ കയറാൻ പോകുന്നു. കയറില്ലേ?
ആവശ്യത്തിന് ഞാൻ വിചാരിച്ച സ്കിഡ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് 5 കളിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നു. അനാവശ്യത്തിന് ഇപ്പൊ സ്റ്റിയറിംഗ് കിട്ടിയപ്പോഴത്തേക്ക് വണ്ടി സ്കിഡ് എന്ത് വഴി കാണിക്കുന്നേ. ആ പോ പോ പോ. ഹാൻഡ് ബ്രേക്കോടെ എക്സ് റിവൈൻഡ് അല്ലല്ലോ, ഹാൻഡ് ബ്രേക്ക്. ഈ ഗെയിം എന്നെ. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് കിട്ടി. ഇതൊക്കെ ബേൺ ഔട്ട് ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? ഫുള്ള് വളക്കിയ ഫുള്ള് പോ പോ പോ. വേണ്ട കേട്ടാ, സാധനം തിരിച്ചു വന്ന വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ഫീഡ്ബാക്ക്. ലൈക്ക് ഇതിനൊരു പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റിയറിങ്ങിന്. ഇവിടെ കിടന്ന് കറങ്ങാതെ അങ്ങോട്ട് പോ. അവന്മാരൊക്കെ പോന്ന് കണ്ടില്ലേ? ആ മര്യാദക്ക് ഞാൻ 007 കളിച്ചോണ്ടിരുന്നതാ. എന്റെ കഴപ്പെന്നല്ലാതെ ഇതിനെന്തുവാ പറയുന്നത്? ഈ ഗെയിമും മേടിച്ച് ഈ സാമാനവും ഒപ്പിച്ചെടുത്ത് കണ്ട കാട്ടിലും റോഡിക്കൂടെ പോക്കില്ലെന്നേ. ഇത് ഇതിപ്പോ പുഴയിൽ ഇറങ്ങി കാർ ഇപ്പൊ സമ്മറിനായി. കഴിഞ്ഞോ? ബഹളം കഴിഞ്ഞോ അതിന്റെ? ഇല്ല, തീർന്നിട്ടില്ല. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതിന് പുഴയിൽ പോയി നിന്നേ പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്തോ പറയാന്ന് ഈശ്വര. ഒന്നും. ആ, this car has a mind of its own. I am pretty sure about that. ഓ പോട്ടെ, ഇനിയെങ്കിലും മര്യാദക്ക്. സത്യം പറഞ്ഞ എനിക്ക് വട്ടാകുന്നുണ്ട്. ഇതെന്തിനാണ് ഈ കുന്നും മലയും കയറാൻ പോകുന്നത്? റിവേഴ്സ് പോ പോ. വളച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ? ഈ 30-40 കിലോമീറ്ററിലാണ് ഈ കടന്ന് ഈ ഒരു കളിക്കുന്ന ഈ വണ്ടി കടന്ന്. ഓ, ഇത് വളയിരുന്നു. വള മൊത്തം തിരിച്ചിട്ട് വളയുന്നില്ല. അതിനൊക്കെ കാട്ടിക്കൂടല്ലേ പോകേണ്ടത്? പോ പോ. അതൊക്കെ ആവൂ. എന്റെ പെടലി ഒടിയും, എന്റെ തോളലിളകും, ഉറപ്പായേക്കുക. ബ്രേക്ക്. ഇനി ഞാൻ എന്തെങ്കിലും കുത്തിയത് വല്ലതും മാറിപ്പോയതാണോ ഇതിന് ഇത്ര കൺട്രോൾ കിട്ടാതിരിക്കുന്നത്? എന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. കുറച്ചു മുമ്പേ കളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വന്നിട്ട് മറ്റേ ഒറ്റക്കൈയിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി. ആ മലയുടെ മണ്ടയ്ക്ക് തോന്നുന്നു താഴോട്ട് പോയത്. ട്രാക്ടർ കണ്ട ഇനി ഇളക്കം കയറി. ഇനി ആ ട്രാക്ടറിനകത്ത് പോയി കയറണം. ചവിട്ട്. എങ്ങനാണെങ്കിലും റോഡ് എത്തിപ്പെടുന്നുണ്ട് ഈ വണ്ടി. ഓരോരുത്തന്മാര് പോകുന്നത് കാണുമ്പോ കൊതിയാകുന്നു. ഒന്ന് കുറച്ച് കൺട്രോൾ താ എനിക്ക്. ഓക്കെ, സ്റ്റേബിൾ ആക്കി വെക്കുക. ഇത് പക്ക സ്റ്റേബിള്. ഓ, എനിക്ക് സംഭവം ഇപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കട്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ മാർക്കിങ് വന്ന് കിടപ്പുണ്ട്. ആ മാർക്കിങ് ഒന്ന് റിമൂവ് ആക്കി കളയണം. നോ. നമുക്ക് എന്തായാലും ഒരു ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഇടാം. അതാ ഒരു സ്ട്രെയിറ്റ് അല്ല സ്ട്രെയിറ്റിൽ ഹൈവേ കൂടെ പോയാൽ മതി. മര്യാദക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വണ്ടി കണ്ടത്തിലാ പോകുന്നത്. കണ്ടത്തിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ നമ്മൾ ഉദ്ദേശിച്ചത്? സ്റ്റേബിൾ ആയിട്ട് വെക്കുക. ഇപ്പോൾ സ്റ്റിയറിംഗ് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് വെക്കുക. മേ ബി ഇത് വർക്ക് ആവുമെന്ന് തോന്നുന്നു. കോർണർ വരുന്നു, ചവിട്ടുക, ബ്രേക്ക് ചവിട്ടുക, സ്പീഡ് കുറയ്ക്കുക. ഗുഡ്. യെസ്. സെറ്റ്. നമ്മളിപ്പോ ഏകദേശം അത് സെറ്റ് ആയിട്ടുണ്ട്. ഓ, മാറ്.
അത് എന്റെ പ്രോബ്ലം അല്ല, അത് ആക്ച്വലി അവൻ ഇടയ്ക്ക് വന്നിട്ട് അങ്ങനെ കയറ്റിയത് കൊണ്ട് ഞാൻ ഒന്ന് പതിയെ മറിഞ്ഞു പോയത്. അത് റോങ് വേ, ഇങ്ങോട്ട്. സംഭവം സെറ്റാണ്, ഞാൻ ഞാൻ പറയുകയല്ല, ഇത് ഞാനിപ്പോ എൻജോയ് ചെയ്യുകയാണ്. വണ്ടി ഓടുന്നുണ്ടല്ലോ ഇങ്ങനെ ഒക്കെ കാണിച്ചിട്ടും. റോങ് ലൈനാണ്, റോങ് ലൈനാണ്. അത് കയറണ്ട, അപ്പുറത്ത് കയറ്. ബൈക്ക് ബൈക്ക് ബൈക്ക്. പൊന്ന് തമ്പുരാനെ, ഇങ്ങോട്ട് പിടിക്കുമ്പോ അങ്ങോട്ട് പോകാതെ വണ്ടി. എന്തോ ഫുള്ള് ചവിട്ട് നിർത്തിക്കുക അങ്ങോട്ട്. നിർത്ത് നിർത്ത് നിർത്ത്. ഒരാത്ത എവിടെങ്കിലും ഉണ്ടോ ഇതിന്? ഓക്കെ ഓക്കെ. ഒന്നെങ്കിൽ എന്തെങ്കിലും സെറ്റിങ്സ് ഈ വീലിൽ മാറ്റിയിടണം. ഞാൻ ലൈക്ക് അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും നോക്കിയില്ല. ആൻഡ് മേ ബി അങ്ങനെ എന്തെങ്കിലും കാണും. ലൈക്ക് എന്തായാലും ഇതിന്റെ ആപ്പ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ജി ഹബ് എന്ന് പറയുന്ന ആപ്പ്. സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നു. അത് പറയണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതായിപ്പോയത്. ബ്രേക്ക് ബ്രേക്ക്. നോ 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 നോ, ഇനി കാട്ടിക്കയറല്ലേ മുത്തേ. മൗണ്ട് ഫൂജി അല്ലേ നിന്നെ കാണുന്നത്? മൗണ്ട് ഫൂജി. ഓക്കെ, എന്തായാലും ഈ വ്യൂവും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. ഈ ഗെയിമിന്റെ എല്ലാം സെറ്റാണ്. ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് പിടിക്കുമ്പോ അങ്ങോട്ട് പോകും. റോഡ് ഇഷ്ടമല്ലാത്തൊരു വണ്ടിയാണ്. ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോകാതെ പഞ്ചർ. അമ്മ ഇരുമ്പ് പോത, അവരൊക്കെ പോത കണ്ട എന്ത് വിചാരിച്ച? ഞാൻ ഈ ഫസ്റ്റ് ടൈം വല്ലതും കളിക്കാനിരിക്കുന്നവനാന്നല്ലേ അവര് വിചാരിക്കുള്ളൂ. എന്തിനാ ഈ ഡിവൈഡറിൽ കയറി കളിക്കുന്ന? അതിൽ നിന്ന് ഇറങ്ങി റോഡ് പോകാനുള്ളതല്ലേ. എല്ലാവർക്കും അബദ്ധങ്ങൾ ഉണ്ടാവും, ചില ചില അബദ്ധങ്ങൾ അത്ര. ഇതൊരു ലേണിംഗ് കർവായിട്ടാണ് ഞാൻ കാണുന്നത്. സോ നമ്മൾ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാം. പാഡ് ഷിഫ്റ്റ് ഒക്കെ ഞാൻ ഫുൾ ഓഫ് ആക്കിയിട്ടേക്കുവാ, ഓട്ടോമാറ്റിക് ഇതാക്കിയിട്ട്. ഇനി ഇതും കൂടെ ഓൺ ആക്കി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചേ. ഇതൊക്കെ ആണോ? പെതുക്കെ പോ. ഞാൻ ചവിട്ട് ചവിട്ട് ചവിട്ട്. ഓക്കെ 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 ഓക്കെ. ഒരു സംഭവം ഹാങ് കിട്ടി വരുന്നുണ്ട്. സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം സ്പീഡ് എടുക്കാതിരിക്കുക. അധിക സ്പീഡ് ലൈക്ക് ആരത്? എന്താ അവിടെ സംഭവിച്ചത്? പ്ലെയർ അല്ല, NPC ആയിരുന്നു. നീ അവിടെ ചത്തു കിടന്ന. കണ്ടത്തിൽ ഓക്കെ, ഞാൻ ആ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ലൈക്ക് നമ്മളിത് വൺസ് കയ്യിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ പോയതാണ്, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ വളയ്ക്കുമ്പോഴത്തേക്ക് വണ്ടി കരണം മറിഞ്ഞു പോകും. അപ്പൊ സോ ലൈക്ക് ഈ ഒരു പേസ് കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നാറി വരുന്ന കണ്ട കണ്ട. ദോ പോന്ന് റോങ് സൈഡാ എന്റെ മുത്തേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നെ വിഷമത്തിലാക്കാതെ ഇങ്ങനെ. ഒരു
30 മണിക്കൂറെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാകും. അങ്ങനെ GPT പറഞ്ഞത്. ലൈക്ക് നമുക്ക് ഈ കൺട്രോൾ ഫുള്ള് നമ്മുടെ കയ്യിൽ വരുന്നത്. മറ്റേ ജോയിസ്റ്റിക് ആകുമ്പോൾ ലൈക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ആ സാധനം മാത്രം ഇരിക്കരുത്. താങ്ക് യു. ജോയിസ്റ്റിക് ആകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ കൺട്രോൾ ആ ഒരു 2 ഇതിൽ മാത്രമല്ലേ ഇരിക്കുന്നത്. ഇതാകുമ്പോ അങ്ങനെ അല്ലല്ലോ, ഈ വളയം കടന്ന് ചക്രം പിടി. ഇത് ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ഏകദേശം ഒരു നല്ല ഇതിലാണ് പോകുന്നത് ഇപ്പോ. അയ്യോ അതാ ഇനി ഇതിന്റെ മണ്ടക്ക് ഇപ്പൊ എങ്ങനെയാ കേറുന്നത്? ഐഡിക്കല്ല, ഫസ്റ്റ് ടൈം ആണേ. ഇപ്പം ഇതാണ് ഞാൻ പറയുന്നത്, എന്തായാലും ഞാനിത് കുറെ ട്രൈ ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. കാരണം ആദ്യത്തെ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു 10 മിനിറ്റ് ഞാനിത് ഇങ്ങനെ കളിച്ചായിരുന്നു. സോ അന്നേരം ലൈക്ക് സോറി അണ്ണ, അന്നേരം ലൈക്ക് ഈ എന്താണ് ഇതേ പ്രോബ്ലം ഫേസ് ചെയ്തപ്പോ ഇതേ പ്രോബ്ലം ഞാൻ നേരെ ജോയിസ്റ്റിക്കിലോട്ട് മാറിയായിരുന്നു. ഇപ്പം കണ്ട, ഇപ്പൊ അത് സ്മൂത്ത് ആയിട്ട് പോയതുകൊണ്ട് ആ കേർവ് ഒക്കെ. എന്താ സംഭവം ഇത്? അപ്പൊ അതാണ് ലൈക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ 40-50 ഇങ്ങനെ പെതുക്കി ഇരുന്ന് ഓടിക്കാൻ പറ്റൂല്ല. വെള്ളം. സ്പീഡിൽ പോയാലേ അത് പൊട്ടിക്കത്തുള്ളോ? ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മറന്നുപോയി. അപ്പൊ സംഭവം അതാണ്, എന്താണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത് അതേ സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മളൊരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിലും അത് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. സ്റ്റിൽ ഞാൻ ആ ഒരു ടേൺ നല്ല രീതിക്ക് തന്നെയാണ് എടുത്തത്. ഈ ചില സമയത്ത് ആ ഹാൻഡിൽ കൺട്രോൾ കറക്റ്റ് ആയിട്ട് വരും, ചില സമയത്തുണ്ടല്ലോ പോയി കഴിഞ്ഞാൽ, ഇവനെയല്ലേ മുമ്പേ കണ്ടത്, പോയി കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടുകയില്ല. ഇത് കിടന്ന് വട്ടമടിക്കുന്ന അടി. ഞാൻ ഇതിന് അങ്ങോട്ട് പോയത് മറ്റേ നമ്പർ പ്ലേറ്റ് നോക്കിയത്. GR Yaris ഫോർ സെയില്. എന്താ അത്? ഇതാണോ സെയിലിട്ടേക്കുന്ന വണ്ടി? കുഴപ്പമില്ല, എന്തായാലും അത് മേടിക്കാനുള്ള ഇതില്ല. കാരണം മറ്റേ ഞാൻ എടുത്തത് മറ്റേ നിസാന്റെ ഒരു വണ്ടിയായിരുന്നു ആദ്യമേ അവർ ചൂസ് ചെയ്യാൻ തന്നപ്പം ഞാൻ എടുത്തത്. അത് മറ്റേ റിയർ അങ്ങനെ കണ്ട് അത് കണ്ടത് സ്കിഡായി കളിക്കുക ഭയങ്കരമായിട്ട്. ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ നമ്മൾ ഫസ്റ്റ് ലൈക്ക് മാരക സ്പീഡുള്ള കാർ ഒന്നും എടുക്കില്ലെന്നാണ് അവര് പറയുന്നത്. അങ്ങനാണെങ്കിൽ നമുക്ക് കുറച്ച് കൺട്രോളിൽ കിട്ടും. ഈ ഊള വണ്ടി എടുത്തിട്ട് തന്നെ എനിക്ക് കൺട്രോൾ ഇല്ല, അപ്പൊ പിന്നെ അതിന്റെയൊക്കെ കാര്യം. എങ്ങോട്ടാ പോണത്? ബ്രേക്ക് ചവിട്ട്. ഈ വണ്ടിക്കും കണ്ടവുമായിട്ട് എന്താണ് ഇത്ര ബന്ധം? ഞാൻ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുന്ന നല്ലത്. ശ്രമിക്കേണ്ട വാ വരെ വേദന എടുത്തു തുടങ്ങി. ഓ, വീണ്ടും ഈ മാപ്പ് പ്രോബ്ലം ആകുന്നു. മാപ്പ് ഞാൻ ഇങ്ങനെ ചുമ്മാ വിട്ടിട്ടാണ് ഇത് പോകുന്നത്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും മതി, കാരണം വയ്യ. വീണ്ടും നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പെട്ടത് കാണാം. ഓ, കയ്യൊക്കെ വേദന എടുക്കുന്നത്.